ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ദ ഡോട്ട് എന്നാണ്. എന്താണ് ദ ഡോട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? കുത്ത് അല്ലേ, ഒരു കുഞ്ഞു കുത്ത്, അതാണ് ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു കുത്തുകൊണ്ട് വലിയ ആളായിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടീൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? സ്റ്റോറി തുടങ്ങുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് നോക്കാം. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. എന്താണ്? ഇതൊരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണ്, ഒരു യങ് ഗേളിൻ്റെ കഥയാണ്. അവൾ എന്താണ് വിശ്വസിക്കുന്നത്? അവൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? നിങ്ങൾക്കറിയുമോ? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ആ കുട്ടിക്ക് ചിത്രം വരയ്ക്കാൻ അറിയുണ്ടാവോ? ലെറ്റ്സ് സീ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. Art class was over, but Vashti sat glued to her chair. Her paper was blank. എന്താണ് പറയുന്നത്? ആർട്ട് ക്ലാസ് ആയിരുന്നു ആ ഒരു പീരീഡ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പിക്ചറിലേക്ക് നോക്കിയേ, നമ്മൾ എന്താ കാണുന്നത്? ഒരു ക്ലാസ് റൂമാണ് അല്ലേ. ആ ക്ലാസ് റൂമിൽ ഒരു കുട്ടിയുണ്ട്. അവൾ എന്താ ചെയ്യുന്നത്? അവളുടെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ, ഒന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ എന്താണ്? അവളുടെ ഫ്രണ്ടിലുള്ള പേപ്പർ ബ്ലാങ്ക് ആണല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? പേപ്പറിൽ ഒന്നുമില്ല. വഷ്ടീസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. വഷ്ടീൻ്റെ ടീച്ചർ എന്ത് ചെയ്തു? ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് അവളുടെ ബ്ലാങ്ക് പേപ്പറിലേക്ക് നോക്കാണ്. എ പോളാർ ബെയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെറ്റ്. അപ്പോൾ ടീച്ചർ എന്താണ് ആ പേപ്പറിൽ കാണുന്നത്? ഒരു പോളാർ ബെയറിനാണ്. പോളാർ ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവക്കരടി അല്ലേ. ധ്രുവക്കരടീൻ്റെ കളർ എന്താണ്? വൈറ്റ് ആണ്, വെള്ളയാണ് അല്ലേ. അപ്പം ധ്രുവക്കരടി എവിടെയാണ് നിൽക്കുന്നത്? സ്നോ സ്റ്റോം. ഇൻ എ സ്നോ സ്റ്റോം എന്ന് വെച്ചാൽ എന്താണ്? നല്ല മഞ്ഞ് കാറ്റടിക്കുന്നുണ്ട് അല്ലേ. അപ്പം മഞ്ഞ് കാറ്റടിക്കുന്നുണ്ട്, പോളാർ ബെയർ ഉണ്ട്. രണ്ടും എന്താണ് കളറ്? വൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? പേപ്പർ ബ്ലാങ്ക് ആണ് എന്നുള്ളതാണ്. രണ്ടും വൈറ്റ് ആണല്ലോ. അപ്പോൾ പോളാർ ബെയറിന് മാത്രമാണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടി വരും. പക്ഷേ സ്നോ സ്റ്റോമിലാണ് പോളാർ ബെയർ നിൽക്കുന്നത്. അപ്പോൾ ഫുള്ളി എന്താണ്? വൈറ്റ് കളറാണ്. സംഭവം പേപ്പറിൽ ഒന്നുമില്ല, ബ്ലാങ്ക് ആണെന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത് കേട്ടോ. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൻ ഡ്രോ സെറ്റ് വഷ്ടി. അപ്പോൾ എന്താണ്? വഷ്ടി പറയാണ് വെരി ഫണ്ണി, എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല. ഹർ ടീച്ചർ സ്മൈൽഡ്, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. ടീച്ചർ എന്താണ് ചെയ്തത്? ടീച്ചർ ചിരിച്ചിട്ട് ടീച്ചർ പറയുകയാണ്, ആ ഒരു പേപ്പർ, ആ ഒരു ബ്ലാങ്ക് പേപ്പറിൽ നീ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ആ മാർക്ക് നിന്നെ എവിടെ എത്തിക്കുന്നു നമുക്ക് കാണാം എന്ന് പറയാണ്. വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് there. അപ്പോൾ വഷ്ടി എന്ത് ചെയ്തു? ഒരു മാർക്കർ വെച്ചിട്ട് ഒരു കുത്തിട്ടു. സ്ട്രോങ് ജാബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടൊരു കുത്ത് വഷ്ടി ആ പേപ്പറിൽ ഇട്ടു. ഹർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. ടീച്ചർ എന്താണ് ചെയ്തത്? അവളുടെ പേപ്പർ ഒന്ന് നന്നായിട്ട് നോക്കി. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വൈറ്റ്ലി സെഡ്, നൗ സൈൻ ഇറ്റ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ആ പേപ്പർ അവളുടെ നേരെ തന്നെ വെച്ച് നീട്ടിയിട്ട് പറയുകയാണ്, നീ ഇതിൽ സൈൻ ചെയ്യും. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. വഷ്ടി എന്ത് ചെയ്തു? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. വെൽ, മേ ബി ഐ കാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. ഒരുപക്ഷെ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ ഒപ്പിടാൻ അറിയാം അല്ലേ. ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. നെക്സ്റ്റ് വീക്ക് വഷ്ടി എങ്ങോട്ട് പോവാണ്? ആർട്ട് ക്ലാസ്സിലേക്ക് പോവാണ്. ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബവ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്. എന്താണ് സംഭവിച്ചത്? അവൾ സർപ്രൈസ്ഡ് ആയി. അവളുടെ ടീച്ചറിൻ്റെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് എന്തോ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തോ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഇറ്റ് വാസ് എ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ ഹെർ ഡോട്ട്. എന്താണത്? അവൾ അന്ന് ഒരു കുത്തിട്ടില്ലേ, ഒരു പേപ്പറിൽ ഒരു കുത്തും ഒരു സൈനും ഇട്ടില്ലേ, അതാണ് ടീച്ചറുടെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരായാലും സർപ്രൈസ്ഡ് ആവും അല്ലേ. അപ്പോൾ നമ്മളുടെ വഷ്ടിയും എന്തായി? സർപ്രൈസ്ഡ് ആയി. ഓൾ ഫ്രെയിംഡ് ഇൻ എ സ്വിർലി ഗോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? അവളുടെ ആ ഒരു കുത്ത് എന്താണ്? നല്ല ഒരു സ്വർണ്ണ ചുഴിക്കകത്തൊക്കെ കാണുന്ന രൂപത്തിൽ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. അപ്പോൾ വഷ്ടി എന്താണ് ചിന്തിക്കുന്നത്? എനിക്ക് ഇതിനേക്കാളും നല്ല ഡോട്ട് വരയ്ക്കാൻ അറിയാം, കുത്തിടാൻ അറിയാം എന്ന് വഷ്ടി ചിന്തിക്കുകയാണ്. ഷീ ഓപ്പൺ ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അപ്പോൾ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി അവളുടെ വാട്ടർ കളേഴ്സൊക്കെ എടുത്ത് വെക്കുകയാണ്, എന്നിട്ട് അവൾ വർക്ക് തുടങ്ങാൻ പോവാണ് അല്ലേ.
മക്കളെ ഇനി പേജ് നമ്പർ 31 നോക്കിയേ. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വഷ്ടി എന്ത് ചെയ്യാണ്? വഷ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് ഡോട്ട്, എ പർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്, എ ബ്ലൂ മിക്സ്ഡ് വിത്ത് എ യെല്ലോ. അപ്പം എന്തൊക്കെ ഡോട്ടാണ് വഷ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് കളറിൽ, വ്യത്യസ്തമായിട്ടുള്ള കളറിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏതൊക്കെ കളറാണ്? റെഡ് ഡോട്ട്, ഒരു റെഡ് ഡോട്ട് ഉണ്ട്, പർപ്പിൾ ഡോട്ട് ഉണ്ട്, യെല്ലോ ഡോട്ട് ഉണ്ട്, പിന്നെ എന്താണ്? ബ്ലൂ ഡോട്ട്. ബ്ലൂ മിക്സ്ഡ് വിത്ത് യെല്ലോ. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. എന്താ പറയുന്നത്? അവൾ കളർ ബ്ലൂവും കളർ യെല്ലോയും കൂടെ മിക്സ് ചെയ്തു, എന്നിട്ടൊരു ഡോട്ട് ഇട്ടു. ആ ഡോട്ടിൻ്റെ കളർ ഏതാണ്? ഗ്രീൻ ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി? ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കളർ ഏതാണ്? ഗ്രീൻ ആണ്. അപ്പോൾ ആ ഗ്രീൻ വെച്ചിട്ട് നമ്മളുടെ വഷ്ടി ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? രണ്ട് കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്താൽ വേറൊരു കളറും കൂടെ കിട്ടും. അതും നമുക്ക് വഷ്ടി മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ? വഷ്ടി kept experimenting with lots of little dots in many colors. അപ്പോൾ വഷ്ടി എന്ത് ചെയ്യാണ്? വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി 10 എന്നെഴുതിയിട്ടുള്ള ഒരു പിക്ചറിലേക്ക് നോക്കിയേ. വഷ്ടി എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ കമന്ന് കിടന്നിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത് നോക്കാം. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. അപ്പം എന്താണ്? ഇപ്പം എനിക്ക് ചെറിയ ഡോട്ട് ഇടാൻ അറിയാമെങ്കിൽ എനിക്ക് വലിയ ഡോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇടാനാവും. വഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. എന്താണ്? പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? വലിയ ഡോട്ട്സ് ഇടാൻ പോവുകയാണ്. അതിന് എന്ത് വേണം? കളറൊക്കെ അങ്ങ് തൂവി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാണ്? വലിയ ബ്രഷ്, ബിഗർ ബ്രഷ് വെച്ചിട്ട് കുഞ്ഞു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനുവേണ്ടി ബിഗർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗർ ബ്രഷ് വെച്ചിട്ട് ബിഗർ ഡോട്ട്സ് ബിഗർ ആയിട്ടുള്ള പേപ്പറിൽ വഷ്ടി ഇടാൻ പോവാണ് കേട്ടോ. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. അതായത് വഷ്ടി എന്താ ചെയ്യുന്നത്? ഒരു ഡോട്ട് പെയിൻറ്റ് ചെയ്യല്ല. അതായത് ഇപ്പം നമ്മളൊരു വട്ടം വരച്ചിട്ട് അതിനകത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഫില്ല് ചെയ്യില്ലേ? അതുപോലെയല്ല, വഷ്ടി അല്ലാതെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഡോട്ട് ഇടാണ് ചെയ്യുന്നത്. At the school art show a few weeks later, Vashti's dots made quite a splash. എന്താണ്? കുറച്ച് വീക്ക് കഴിഞ്ഞിട്ടുള്ള ആർട്ട് ഷോയിൽ, സ്കൂളിലുള്ള ആർട്ട് ഷോയിൽ വഷ്ടിയുടെ ഡോട്ട്സിൻ്റെ ആ ഒരു പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എന്നാണ് പറയുന്നത്. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹർ. വഷ്ടി നോക്കുമ്പോൾ ഒരു കുട്ടി അവളെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എന്നിട്ട് ആ കുട്ടി വഷ്ടിനോട് പറയുകയാണ്, ഓ നിങ്ങളൊരു വലിയ കലാകാരി തന്നെ, നിങ്ങൾ നല്ലൊരു ചിത്രകാരിയാണ് എന്ന് പറയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ. അപ്പം അവൻ പറയുകയാണ്, എനിക്കും ചിത്രം വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് അവൻ പറയുകയാണ്. ഐ ബെറ്റ് യു ക്യാൻ സെറ്റ് വഷ്ടി. വഷ്ടി ഇപ്പോൾ അവനോട് എന്താണ് പറയുന്നത്? പറ്റും, നിനക്കും പറ്റും എന്ന് വഷ്ടി അവനോട് പറയാണ്. മീ? നോ, നോട്ട് ഐ കാൺട്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. അപ്പോൾ അവൻ അവളോട് പറയാണ്, മീ? ഞാനോ? എനിക്ക് പറ്റൊന്നുമില്ലേ, ഞാൻ ചിത്രമൊന്നും വരയ്ക്കില്ല, എനിക്കൊരു സ്കെയിൽ വെച്ച് നേരാവണ്ണം ഒരു വര വരയ്ക്കാൻ പോലും അറിയില്ല എന്ന് ആ കുട്ടി ആരോട് പറയാണ്? വഷ്ടിനോട് പറയാണ്. വഷ്ടി സ്മൈൽഡ്. വഷ്ടി എന്ത് ചെയ്തു? വഷ്ടി ചിരിച്ചു. എന്നിട്ടോ ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. എന്നിട്ട് പറയാണ്, ഷോ മീ. വഷ്ടി എന്ത് ചെയ്തു? ഒരു ബ്ലാങ്ക് പേപ്പർ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറയാണ്, ഷോ മീ. നിനക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ അതൊന്ന് കാണട്ടെ. ദ ബോയ്സ് പെൻസിൽ ഷൂക്കേഴ്സ് ഹി ഡ്രൂ ഹസ് ലൈൻ. അവനെന്ത് ചെയ്തു? അവൻ ആ ലൈന് വരച്ചു. നോക്കാം അവൻ ലൈൻ എങ്ങനെയാണെന്ന്. വഷ്ടി സ്റ്റെയർഡ് അറ്റ് ദ ബോയ്സ് സ്ക്യൂഗിൾ. സ്ക്യൂഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞ് പൊളഞ്ഞ എന്നാണ്. അപ്പം വഷ്ടി ആ ഒരു പേപ്പറിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? വളഞ്ഞ് പൊളഞ്ഞിട്ടുള്ള ഒരു വരയാണ്. വഷ്ടി അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആ വളഞ്ഞ് പൊളഞ്ഞ വരയിലേക്ക്. ആൻഡ് ദെൻ ഷീ സെറ്റ് സൈൻ ഇറ്റ്. അതിനുശേഷം അവൾ എന്ത് പറയുകയാണ്? ആ കുട്ടീനോട് പറയുകയാണ് അതിനകത്ത് ഒപ്പിടാൻ. മുൻപ് ടീച്ചർ അവളോട് പറഞ്ഞ അതേ ഡയലോഗ് അല്ലേ? അപ്പോൾ അന്ന് ആ ഒരു കുത്തിട്ട് അവളെ ഇത്രമാത്രം ഫേമസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് വര വരയ്ക്കാൻ പറ്റുന്ന ഇവൻ എത്ര വലിയ കലാകാരനായിരിക്കും അല്ലേ? അതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സ്റ്റോറിയാണ് അല്ലേ? ഒരു കുഞ്ഞു സ്റ്റോറി.